അതുപോലെ കാളിയുടെ ഭാവങ്ങളെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്ത്രൈണഭാവം അത്യപൂർവ്വം ആളുകൾക്ക് യോനിയും ലിംഗവും കൂടി ഏറെക്കുറെ ഒരേപോലെ പ്രവർത്തനക്ഷമമാകുന്നുണ്ട്. സ്ത്രീയെ പുരുഷനാക്കുന്നതും പുരുഷനെ സ്ത്രീയാക്കുന്നതും സ്ത്രീയെ ഓവർ സ്ത്രീയാക്കുന്നതും പുരുഷനെ മാക്സിമം അങ്ങേയറ്റത്തെ പുരുഷനാക്കുന്നതും ഈ ശനിയും ബുധനുമാണ്. ശരി, 6th ജെൻഡർ, അതായത് ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. ഇപ്പം നമ്മൾ ജ്യോതിഷമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പണ്ട് മുതലേ ഒരു കുട്ടി ജനിച്ച് ഒരു 5 വയസ്സിനുള്ളിൽ എന്തായാലും ജാതകം എഴുതും. അപ്പം ഈ ജാതകവശ ഇവരിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ? ഇത് ജനറ്റിക്കൽ ആണെന്നാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഈ ജ്യോതിഷവശ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ജ്യോതിഷവശാല് ബുധനെയും ശനിയെയും കൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബുധൻ സ്ത്രീ നപുംസക ഗ്രഹമാണ്, പുരുഷ നപുംസക ഗ്രഹമാണ് ശനി. അപ്പോൾ ഈ ശനിയുടെയും ബുധൻ്റെയും ആ പ്രഭാവത്തിൻ്റെ തോതളക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഇതൊക്കെ വരുന്നത്. ഒരു ശനിയും ബുധനും ഒരുപോലെ അനുഗ്രഹിച്ച് നിന്നാൽ ഇതിലൊരു വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ബുധൻ്റെ ഭാവം, ബുധൻ ശുക്രനോടോ ചന്ദ്രനോടോ ഒക്കെ ചേർന്ന് നിന്നിട്ടോ അല്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടോ ഒക്കെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നെങ്കിൽ സ്ത്രൈണഭാവം കൂടുതൽ വരും. പിന്നെ ശനിയുടെ സ്വഭാവം കൂടുതലാണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ പുരുഷ സ്വഭാവം കാണിക്കും. ഇതല്ലാതെ പുരുഷൻ്റെ തന്നെ ഗ്രഹനിലയിലാണ് ശനി കൂടുതൽ ബലമായിട്ട് വരുന്നെങ്കിൽ വേറൊരു വലിയ പുരുഷ സ്വഭാവം തന്നെ വരും. പക്ഷേ ഓപ്പോസിറ്റ് സെക്സിലേക്ക് വലിയ മോഹം വരണമെന്നില്ല. അങ്ങനെയുമുണ്ട്. സ്വർഗാനുരാഗം അങ്ങനെയും വരാം. പക്ഷേ ഒറിജിനൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷരൂപവും ശബ്ദവും ഭാവവും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും. അതല്ല സ്ത്രീയിൽ തന്നെ ബുധനും ചന്ദ്രനും ശുക്രനും ഒക്കെ ചേർന്ന് ഈ ബുധനെ അങ്ങനെ ലാളിച്ച് വലുതാക്കിയാൽ, എന്ന് വെച്ചാൽ ബുധൻ്റെ സ്വഭാവത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ചന്ദ്രനും ശുക്രനും രാഹുവും ഒക്കെ എങ്കിൽ അവിടെ സ്ത്രൈണഭാവം സ്ത്രീക്കും അങ്ങ് അമിതമാകും. അങ്ങനെയുണ്ട്. അപ്പം സ്ത്രീയെ പുരുഷനാക്കുന്നതും പുരുഷനെ സ്ത്രീയാക്കുന്നതും സ്ത്രീയെ ഓവർ സ്ത്രീയാക്കുന്നതും പുരുഷനെ മാക്സിമം അങ്ങേയറ്റത്തെ പുരുഷനാക്കുന്നതും ഈ ശനിയും ബുധനുമാണ്. ബുധന് ചന്ദ്രൻ്റെയോ ശുക്രൻ്റെയോ രാഹുവിൻ്റെയൊക്കെ സാമീപ്യവും സഹകരണവും നോട്ടവും ഒക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ, നമ്മൾ ജ്യോതിഷ ഭാഷ വിട്ടിട്ട് സാധാരണ ലെവലിലേക്ക് പറയും, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും. ഇതിന് മാറ്റിയെടുക്കാനൊക്കും. അതിനിവിടെ കുറേ പദ്ധതികളുണ്ട്. അതിപ്പോൾ അറിയാതെ പോകുന്നതാണ് ഈ പ്രശ്നം. കാരണം ശാക്തേയ ഉപാസന ചെയ്താൽ ഇങ്ങനെയുള്ള കുറേ സ്വഭാവം മാറും. മതിമാന വിദ്യയെ ജയിക്കാവുന്നതാണ്. വളരെ ബൗദ്ധികമായിട്ട് ഉയർന്ന, എന്ന് വെച്ചാൽ വളരെയേറെ ചിന്തിച്ച് ആലോചിച്ച് അതിന് പറ്റിയ രീതികൾ അവലംബിച്ചാൽ ഇതിൽ നിന്നൊക്കെ കുറേയേറെ മാറ്റിയെടുക്കാനൊക്കെ ഇങ്ങനെയുള്ള ഇപ്പോൾ കാണുന്ന തലത്തിലേക്ക് വരാതിരിക്കും. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ജെൻഡറിലുള്ളവർ അവരെ നമ്മൾ വിഷമിപ്പിച്ചാലോ അവരുടെ മനസ്സൊന്ന് വേദനിച്ച് അവർ അറിഞ്ഞു പ്രാഗിയാൽ ഭയങ്കര ശാപമായി തീരുന്നു. അത് ജന്മസിദ്ധമായിട്ടുള്ളവരാണത്. നമ്മളിപ്പോൾ ജന്മസിദ്ധമല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വാസന ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നവരും വേറെയാണ്. മനസ്സിലായില്ലേ? ഇതിലിപ്പം ഗേ സെക്സിൽ തന്നെ ഇരിക്കുന്നവർ, ആ ഒരു ഗേ വാസന ഉള്ളവർ തന്നെ ട്രാൻസ്ജെൻഡർ ആണെന്നോ ഒക്കെ അങ്ങനെ പറഞ്ഞു വരുമ്പോഴൊക്കെ അവിടെയൊക്കെ അതിനെയൊക്കെ കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്തരത്തിൽ പറയാനൊക്കില്ല. അങ്ങനെയല്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ ലിംഗവ്യതിയാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പുരുഷലിംഗമുള്ള സ്ത്രീ ശരീരമായിരിക്കും പുരുഷലിംഗം കാണും. അതുകൊണ്ട് പുരുഷ രൂപമായിരിക്കും, പിന്നെ യോനി ഉണ്ടായിരിക്കും. 100% ലിംഗമേ കാണുകയില്ല. അത്യപൂർവം ആളുകൾക്ക് യോനിയും ലിംഗവും കൂടി ഏറെക്കുറെ ഒരേപോലെ പ്രവർത്തനക്ഷമമാകുന്നതുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ രണ്ടാമത് ഇത് രണ്ടുമേ ഇല്ല, വെറുതെ മൂത്രമൊഴിക്കാൻ മാത്രമുള്ള ഒരു വസ്തു, ഒരു അവയവം പോലെ എന്തെങ്കിലും കാണും. പക്ഷെ ചിലപ്പോൾ ബാഹ്യമായി സ്ത്രീ ആയിരിക്കും, ബാഹ്യമായി പുരുഷനുമായിരിക്കും. ഇങ്ങനെയൊക്കെ വരും. ഇതൊക്കെ പണ്ടും ഉണ്ട്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ തന്നെ, ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ, ആ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കൂടുതൽ, ആ ക്ഷേത്രത്തിൽ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ്, അവിടെ ഈ നപുംസകമായിരിക്കുന്ന ആളിന് വേണമെന്ന് പറഞ്ഞാൽ ഉള്ളവരെയായിരിക്കും. അപ്പോൾ പുരുഷ രൂപത്തിൽ ലിംഗവും ഒന്നും ഇല്ല, പുരുഷ രൂപമാണ്, മീശയും താടിയും എല്ലാം കാണും, ശരീരം ബലവിച്ചതായിരിക്കും. പക്ഷേ ബലിഷ്ഠമായ ശരീരമൊക്കെ ആണെങ്കിൽ പോലും ഇതില്ലാത്തവരായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ദേശത്ത് നിന്നൊരു പൂജാരി അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ജന്മം
ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? മുൻജന്മ പാപമോ, ഇത് പുണ്യമാണോ അതോ ശാപമാണോ ഇങ്ങനെയായി ജനിക്കുന്നത്? അല്ല, ഇതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഏതാണെങ്കിലും ഒന്നും പാപമല്ലല്ലോ. പാപമോ പുണ്യമോ എന്നുള്ളത് തീരുമാനിക്കുന്നതും ജീവിതത്തിനെ കൊണ്ടു നടക്കുന്നതും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചല്ലേ. പക്ഷെ അത് വെറും ഒരു താഴ്ന്ന തലത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ വേറെ തരത്തിലുള്ള ദുരുപയോഗം മാറ്റിക്കൊണ്ട് മാത്രം പോകുന്നെങ്കിൽ അത് പാപവും തെറ്റുമാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ജനിക്കുന്ന ഒരാൾക്കെന്ന് വെച്ചാൽ ആണുമല്ല പെണ്ണുമല്ല, സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ പകുതി മുക്കാലും സങ്കടങ്ങളായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും പാപം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ തീർച്ചയായിട്ടും പൂർവ്വജന്മ പാപ ഫലങ്ങൾ വരും. അങ്ങനെയല്ലേ ഞാൻ ഈ ഇടയ്ക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അമ്പ യമുന തീരത്ത് ചിതകൂട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഭീഷ്മവധായ സ്വാഹ എന്ന് ജപിച്ചുകൊണ്ട് ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഭീഷ്മരെ വധിക്കാനായിട്ട് അമ്പ ശിഖണ്ഡിയായി ജനിച്ചു. ശിഖണ്ഡി എന്ന് വെച്ചാൽ ആണുമല്ല പെണ്ണുമല്ല. അവിടെ ഒന്നാമത് ചെയ്യാവുന്ന പ്രായോഗിക കാര്യം ഒന്നുകിൽ ഏതെങ്കിലും സ്ത്രീ രൂപത്തിലോ പുരുഷ രൂപത്തിലോ രംഗത്ത് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അതാണെന്നങ്ങ് നമ്മൾ പറയുക. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം ജനനേന്ദ്രിയം സെക്ഷൽ ലൈഫിന് പറ്റാത്തവരാണെങ്കിൽ അതൊക്കില്ല. ഇനി അല്ലാത്തവരാണെങ്കിൽ അതും നടക്കും. അതൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇതിനകത്തെ ജ്യോതിഷത്തിലെ പ്രാധാന്യം അവിടെയല്ല. ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം ഒരു കുട്ടിയിൽ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക്. എന്താണ് ശാക്തേയ ഉപാസന ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. ശാക്തേയ ഉപാസന വെച്ചാൽ ദേവിയുടെ പല ഭാവങ്ങളെ ഉപാസിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇപ്പം പിന്നെ ശിവന്റെ പല ഭാവങ്ങളെ ഉപാസിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശിവന്റെ ഭാവങ്ങളെ ഉപാസിക്കുമ്പോൾ തന്നെ ശിവന് തന്നെ എത്രയോ ഭാവങ്ങളുണ്ട്. ഇപ്പം ഭൈരവൻ തന്നെ എത്ര ഭാവത്തിലുള്ളത്, എത്രയോ ഉണ്ട്. ഇതിനെയെല്ലാം ഉപാസിക്കുമ്പോൾ ആ ഭാവത്തിലേക്ക് കടുകടുത്ത ഭാവം വരിക. നമുക്ക് ആ ദേവതയുമായിട്ട് നമ്മുടെ ഉപാസന മൂർത്തിയുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. അപ്പോൾ നമ്മൾ ആ സ്വഭാവത്തിലേക്ക് മാറും. അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടും, ആഴമേറിയ രീതിയിലേക്ക്. ചില സന്യാസിമാരുടെ ശിഷ്യന്മാരെ കണ്ടിട്ടില്ലേ, ആ സന്യാസിയുടെ ഭാവവും എക്സ്പ്രഷനും താടിയും മുടിയും മുഖം പോലും അങ്ങനെയായി മാറും. അതുപോലെ നമ്മൾ ഇതിലൊരു പ്രേരിത നിദ്രയുണ്ട്. നമ്മളിപ്പോൾ ഉപാസന കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠമാണെങ്കിൽ പോലും അവിടെ സൂപ്പർ കോൺഷ്യസ്നെസ് ഒന്നും വരുന്നില്ല. ആ ബോധാതീതം എന്ന് പറയുന്നതൊന്നും ഉപാസനയിൽ എത്തുന്നില്ല. അതിനെയും പിന്നെയും കിടക്കുന്നു കാര്യങ്ങൾ. ഇത് മനുഷ്യ മനസ്സിൻ്റെ ശക്തികളെ കൂടുതൽ ഉത്തേജിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രായോഗിക ജീവിതത്തിനെ ഭദ്രമാക്കാനുള്ള ഒരു പറ്റിയ പരിപാടിയാണ് ഉപാസനയുമൊക്കെ. ബോധാതീതം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും മറ്റൊന്ന് തന്നെയാണ്. അത് അവിടേക്ക് അല്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മനുഷ്യ മനസ്സിനെ ഈ കുട്ടിക്ക് സ്ത്രൈണഭാവം ആൺകുട്ടിക്ക് കാണിക്കാൻ തുടങ്ങുമ്പോഴേ ഇതുപോലുള്ള ഉഗ്രഭാവത്തിലുള്ള ദേവന്മാരുടെ ആരാധനകളൊക്കെ പഠിപ്പിക്കുന്നതും ആ മന്ത്രം ജപിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ കാളിയുടെ ഭാവങ്ങളെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സ്ത്രൈണഭാവം മാറും, ഉഗ്രഭാവത്തിലേക്ക്. മാത്രമല്ല ദേവിയിലേക്ക് അങ്ങ് ലയിക്കും. ഇനി വേഷം കെട്ടിയാലും ആ ആഘോഷ ദിവസങ്ങളിലെ വേഷം കെട്ടുകൊള്ളുന്നു വരും. ബാക്കി അവർ നോർമലായിട്ട് ജീവിക്കും. ഇതിന് ഇനി ഒത്തിരി വശങ്ങളുണ്ട് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയിലുണ്ട്. എങ്ങനെയാണത് വരുന്നത്, എങ്ങനെ വരാതിരിക്കും, അതിനൊക്കെ എന്ത് ചെയ്യണം, അതിന് ഈ നിലാവുള്ള ദിവസങ്ങളുടെ പ്രാധാന്യം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പുരാതന ഭാരതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.